ഓക്കെ. ആദ്യത്തെ പൊങ്കാല നിങ്ങൾ സംസാരിക്കും. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആറ്റുകാൽ നടയിൽ ഉള്ള ഒരു അന്നദാന വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ചിട്ടുള്ള അന്നദാന വിശേഷങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. തിരക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ 11 മണി ആയതുള്ളൂ. ഇപ്പോൾ 11 മണിക്കുള്ള ആ ഒരു തിരക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്പീഡ് കുറവാണ്. വെള്ളം വേണ്ടേ? എവിടെയെങ്കിലും അനങ്ങുന്നില്ലല്ലോ അവിടെ. വാ 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 വാ. ഓക്കെ, പൊങ്കാല കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ലേ? പ്രതീക്ഷ ഉണ്ട്. എത്രാമത്തെ പൊങ്കാല? ഏഴാമത്തെ പൊങ്കാല. എണ്ണയില്ല. ഒരുപാട് പൊങ്കാല ഇട്ടിട്ടുണ്ട്. ഇത്തവണ എന്തെങ്കിലും സ്പെഷ്യൽ ആഗ്രഹം ഉണ്ടോ? ചേച്ചിക്ക് എന്തുണ്ട് ആഗ്രഹം? ഇങ്ങനെ തന്നെ പോണം. ഓക്കെ. ആദ്യത്തെ പൊങ്കാല നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ സംസാരിക്കേ. ഒന്നുമില്ല, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പറഞ്ഞ ചേച്ചി. വളരെ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 മരുമക്കളെ കൊണ്ടുവരാൻ പറ്റിയ വളരെ സന്തോഷം. ഓക്കെ, ചോദിക്കട്ടെ? പറഞ്ഞ ചേച്ചി, എന്തെങ്കിലും പറഞ്ഞു. പൊങ്കാല ഇത്തവണ അർപ്പിച്ചപ്പോഴേക്ക് എന്ത് തോന്നുന്നു? അതാണ് ചോദ്യം. സന്തോഷവും ആരോഗ്യവും ഐശ്വര്യവും എല്ലാം ഉണ്ട്. പൊങ്കാല ഇട്ട് കഴിയുമ്പം ഒരു ക്ഷീണവും ഇല്ല. വെള്ളം പോലും കുടിക്കാതാണ് ഇട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെള്ളം പോലും കുടിക്കും. അതിൻ്റെ ആരോഗ്യം 65 വയസ്സായ എനിക്ക് ഇന്നും നല്ല ആരോഗ്യമുണ്ട്. ഇനിയും ആറ്റുകാലമ്മ അത് ഉണ്ടാവട്ടെ, തരട്ടെ. ആറ്റുകാലമ്മ തരട്ടെ. അമ്മയുടെ അനുഗ്രഹം നല്ലതാണ്. എല്ലാ വർഷവും തലേ ദിവസമേ വന്ന് അമ്മയെ കണ്ട് തൊഴുത് പൊങ്കാലയിട്ട് എല്ലാ വർഷവും ഞാൻ വരുന്നുണ്ട്. അനുഗ്രഹം എല്ലാം ഉണ്ടാവട്ടെ. സന്തോഷമായി. വെറൈറ്റി 8 വർഷമായിട്ട് പൊങ്കാല ഇടുന്നു. അതിൻ്റെ ആരോഗ്യവും സൗഖ്യവും ഒക്കെ ദേവി തന്നിട്ടുണ്ട്. ഇത് എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇടുകയാണോ? സ്ഥലം എവിടെ? ചേർത്തല. ഓക്കെ, ഇനി എല്ലാ വർഷവും ഇടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ, പറഞ്ഞോ. അമ്മേ, ഞങ്ങൾ ഏറെ വർഷമായി തിരുവനന്തപുരത്തെ ഓണത്തിനേക്കാളും ഏറ്റവും വലിയ ഫംഗ്ഷനായി കരുതുന്നതാണ്. ഫംഗ്ഷൻ മാത്രമല്ല,
ഇത് എല്ലാവർക്കും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം കൂടെയാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നതിനായി കേരളത്തിൽ നിന്ന് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതിന് ഗൾഫ് നാടുകളിൽ നിന്ന് പോലും. ഓക്കെ, ഇവിടെ എത്ര പേർക്കാണ് ഏകദേശം ഇപ്പോൾ ഫുഡ് റെഡിയാക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 5000 മുതൽ 5500 വരെ. ഇത്തവണ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഗ്രോത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത്തവണ അന്നദാനം അല്ലാതെ വേറെ എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഭക്ഷണമായിട്ട്? വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തായിരുന്നു? അത് അടുത്ത പ്ലാനിങ് അടുത്ത പ്രാവശ്യം ഉണ്ടോ? അടുത്ത പ്രാവശ്യം കാരണം ഞങ്ങൾ ഇത് ഇത്തിരി വിപുലമായിട്ടാണ് ചെയ്യുന്നത്. ഈ അന്നദാനം ചെയ്യുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് യാതൊരു പിരിവോ ഒന്നുമില്ല. ഇതിനകത്തുള്ള ഇവിടെ ഉള്ളവരും സുഹൃത്തുക്കളും മാത്രമാണ് സംഭാവനയെ അവരവർ കഴിയുന്നത്. ഓക്കെ, ഈ അന്നദാനം നടത്തുന്ന ലൊക്കേഷൻ ഇവിടുത്തെ സ്ഥലം ഇപ്പൊ ഉള്ള സ്ഥലം ആറ്റുകാൽ നടയുടെ അടുത്ത് തന്നെയാണ്. ആറ്റുകാൽ ATC. ATC ആറ്റുകാൽ. ഓക്കെ.